എപ്പോഴെങ്കിലും ഇങ്ങനെ ക്ലോക്കിലേക്ക് നോക്കി ചിന്തിച്ചിട്ടുണ്ടോ? ഈ സമയമൊക്കെ എവിടെ പോയി? ഇപ്പോൾ അവിടെ നേരം വെളുത്തേലുള്ളൂ, പിന്നെ നോക്കുമ്പോൾ ഉച്ചയായും അല്ലെങ്കിൽ വൈകുന്നേരമായും അല്ലെങ്കിൽ രാത്രിയായും, അങ്ങനെ മണിക്കൂറുകളിൽ ദിവസങ്ങളായും ദിവസങ്ങൾ മാസങ്ങളായും മാസങ്ങൾ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ വർഷങ്ങളായി മാറുന്നു. നിങ്ങളിങ്ങനെ ചിന്തിക്കും, ഈ സമയമല്ല ശരിക്കും ഞാൻ എന്താ ചെയ്തത്? ശരിക്കും നമ്മളെ കയ്യിൽ നിന്ന് സമയം വഴുതി പോവുകയാണോ? അല്ല, നമ്മൾ വഴുതി പോകാൻ അനുവദിക്കുകയാണ് അല്ലേ? ഈ വീഡിയോയിൽ നിങ്ങളുടെ സമയത്തിൻ്റെ കൺട്രോളും അതുവഴി ജീവിതവും എങ്ങനെ തിരികെ എടുക്കാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, പറഞ്ഞു തരാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സമയമല്ല നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വിലപ്പെട്ട അസറ്റ് അല്ലേ? പൈസയും സമ്പത്തും ഒക്കെ നഷ്ടപ്പെട്ടാൽ വീണ്ടും നമുക്ക് ഉണ്ടാക്കാം. എന്തിലെങ്കിലും പരാജയപ്പെട്ടാൽ നമുക്ക് വീണ്ടും ശ്രമിക്കാം, പിന്നെ ജയിക്കാം. പക്ഷേ സമയം അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചിട്ടില്ല, എന്നേക്കുമായി അതില്ലാതാകുന്നു. അപ്പോൾ ഒന്ന് സ്വയം ചോദിച്ചു നോക്കിയേ, നിങ്ങൾ നിങ്ങളുടെ സമയം കൊണ്ട് ഇപ്പോൾ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിൽ നിന്നും നിങ്ങളെ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നാളെ ആവട്ടെ എന്ന് നീട്ടിവെക്കൽ, അല്ലെങ്കിൽ അനന്തമായ സ്ക്രോളിങ് ഇല്ലേ? ഇതൊക്കെ നിങ്ങളുടെ സമയം പാഴാക്കുകയാണോ? ഇതൊരു വേക്കപ്പ് കോളാണ്. നാളെ എന്നൊരു ദിവസം ഒരിക്കലും ഗ്യാരണ്ടീഡ് അല്ല അല്ലേ? ഓരോ തവണയും നിങ്ങളത് നാളെ ചെയ്യാമെന്ന് പറയുമ്പോഴും നിങ്ങളുടെ നാളെയിൽ നിന്ന് ഒരു ദിവസം നിങ്ങൾ കട്ടെടുക്കുകയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിന്നും ഒരു ദിവസം നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്. ശരിയല്ലേ? ഇനി ഇങ്ങനെ ചിന്തിച്ച് നോക്കിയേ, നിങ്ങളുടെ സമയത്തെയും നിങ്ങളുടെ പണത്തെ പോലെ നിങ്ങൾ കണ്ടിരുന്നെങ്കിലോ? നിങ്ങൾ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും ഒരു നിക്ഷേപമാണ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മളെ ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഗുണമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഗുണമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നിങ്ങളുടെ സമയം ചിലവഴിക്കുന്നത്? അല്ലെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ സമയം നിങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ വഴുതി പോവുകയാണോ? നിങ്ങൾ വഴുതി പോകാൻ അനുവദിക്കുകയാണോ? ശരിക്കും പറഞ്ഞാൽ സമയം അതൊരിക്കലും സ്വയം കൈകാര്യം ചെയ്യുന്നില്ല. സമയം ആരെയും കാത്തു നിൽക്കാതെ ഓടുകയാണ്. നിങ്ങളതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണം. എല്ലാ ദിവസവും രാവിലെ ഏറ്റവും സിമ്പിളായൊരു കാര്യം ചോദിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ദിവസം തുടങ്ങേണ്ടത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഏറ്റവും ഈസിയായ കാര്യമല്ല കേട്ടോ, ഏറ്റവും ചെയ്യാൻ രസമുള്ള കാര്യമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സത്യം ഇതാണ്, നിങ്ങളുടെ പ്രയോറിറ്റീസാണ് നിങ്ങളുടെ ലൈഫ് ഷേപ്പ് ചെയ്യുന്നത്, രൂപപ്പെടുത്തുന്നത്. അത് നിങ്ങൾ സെറ്റ് ചെയ്തില്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് അത് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്യും. ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് കള്ളന്മാരെ പോലെയാണെന്ന് പറയും. നിങ്ങളുടെ സമയം തട്ടിയെടുക്കുന്ന കള്ളന്മാർ. ചിലപ്പോൾ അത് സോഷ്യൽ മീഡിയ ആവാം, ഗെയിമിംഗ് ആവാം, നെറ്റ്ഫ്ലിക്സ് പോലുള്ള OTTയിൽ സീരീസും മറ്റുമായി അനന്തമായി സമയം ചിലവഴിക്കുന്നുണ്ടാകും. അവയൊക്കെ നിങ്ങളുടെ സമയം നിങ്ങളറിയാതെ മോഷ്ടിക്കുകയാണ്. ഒരുപാട് വൈകിയും തിരിച്ചറിയുന്നവരേക്കും നിങ്ങൾ ശ്രദ്ധിക്കുക പോലുമില്ല. ഇനി നിങ്ങളുടെ ഒരു ദിവസത്തെ ഒരു ജാറായി സങ്കല്പിക്കുക, ഒരു ഗ്ലാസ് ജാറ്. നമ്മൾക്കതിൽ നിറയ്ക്കാൻ കുറേ കല്ലുകളുണ്ട്, കുറച്ച് മണലുണ്ട്. കല്ലുകളാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ, റിലേഷൻഷിപ്പുകളെല്ലാം. മണലാണ് ബാക്കി വരുന്ന ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ, ബാക്കി എല്ലാ കാര്യങ്ങളും ലൈക്ക് സോഷ്യൽ മീഡിയ, മറ്റ് സമയം കൊല്ലുന്ന കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത ചിന്തകൾ എല്ലാം മണലുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ജാറിൽ മുഴുവനും ആദ്യം മണൽ നിറച്ചാൽ എന്താ സംഭവിക്കാം? മണൽ ഫുള്ളാക്കി ആദ്യം നിങ്ങൾ മണൽ ഫുള്ളാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പിന്നെ അതിൽ കല്ല് നിറയ്ക്കാൻ സ്പേസ് ഉണ്ടാവില്ല. പകരം അതിൽ ആദ്യം കല്ലിട്ടതിന് ശേഷം പിന്നെ മണലിട്ടാലോ മണൽ കല്ലിൻ്റെ ഇടയിലൂടെ ഊർന്ന് താഴേക്ക് ഇറങ്ങും. അപ്പോൾ സുഖമായി കല്ലിനും മണലിലും ആ ജാറിൽ സ്ഥലം ഉണ്ടാവും. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ദിവസത്തിന് നിയന്ത്രണമായിട്ട് എടുക്കണം. നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ദിനം ആരംഭിക്കുക. അത്ര പ്രാധാന്യമില്ലാത്തതിന് അവസാനത്തേക്ക് വെക്കുക. മനസ്സിലായില്ലേ? ഇനി നിങ്ങളുടെ ലൈഫ് മൊത്തം മാറ്റാൻ പറ്റുന്നൊരു കാര്യം പറയട്ടെ. നോ എന്ന് പറയാൻ പഠിക്കലും, ഇല്ല അല്ലെങ്കിൽ വേണ്ട എന്ന് പറയലും. നിങ്ങൾക്ക് നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഒരു താക്കോലാണ് ഈ നോ. നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, എല്ലാവരും തൃപ്തിപ്പെടുത്താനും പറ്റിക്കൊള്ളുന്നില്ല. അതിനൊരു കുഴപ്പമില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത ഒരു കാര്യത്തിനോട് നിങ്ങൾ എസ് പറയുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് സഹായിക്കുന്ന ഒരു കാര്യത്തിനോട് നിങ്ങൾ നോ പറയുകയാണ്. ആലോചിച്ച് നോക്കിയേ, നോ എന്ന് പറയുന്നത് ഒരിക്കലും സ്വാർത്ഥത കൊണ്ടല്ല, അത് ബുദ്ധിപരമായൊരു മറുപടിയാണ്. ശരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾക്കായി നിങ്ങളുടെ സമയം എങ്ങനെ സംരക്ഷിക്കണമെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് അല്ലേ? ശരിക്കും പറയാൻ നിങ്ങളുടെ സമയത്തിന് നിയന്ത്രണം നിങ്ങൾ സ്വയം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് ചിലപ്പോൾ കഠിനമായ, ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ഫോൺ താഴെ വെക്കേണ്ടി വരും, TV ഓഫ് ചെയ്യേണ്ടി വരും. അങ്ങനെ നിങ്ങളുടെ ഭാവിയിലേക്ക് ഒരു ഉപകാരം ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നിർത്തേണ്ടി വരും. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ പുരോഗതിക്കായി നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് മാറുക. പുരോഗതി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ നിങ്ങൾ തിരികെ എടുക്കുന്നതാണ്. സന്തോഷമുള്ള കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ കൂടുതൽ ചെയ്യുന്നതോറും കൂടുതൽ എളുപ്പമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ സമയത്ത് നിങ്ങൾ കൂടുതൽ വില മതിക്കുന്നതോറും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നിയന്ത്രണം ഫീൽ ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ പുരോഗതി കാണാൻ തുടങ്ങും. നിങ്ങളുടെ ലൈഫ് ഒന്നും ചെയ്യാതെ വെറുതെ കടന്നു പോകുമെന്ന് തോന്നലില്ലാതാകും. ക്ലോക്കിൻ്റെ സൂചി ഇങ്ങനെ അതിവേഗം ഓടിക്കൊണ്ടിരിക്കണം അല്ലേ? നിങ്ങളുടെ സമയം നല്ല രീതിയിൽ ഉപയോഗിച്ചാലും വേസ്റ്റ് ചെയ്താലും അത് ഇറങ്ങിക്കൊണ്ടിരിക്കും, സമയം ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ ചോദ്യം ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോകാൻ സമ്മതിക്കുമോ? അതോ ആ സമയത്തിൻ്റെ കൺട്രോൾ നിങ്ങൾ ഏറ്റെടുത്ത് ഓരോ സെക്കൻഡും നിങ്ങൾ ഉപയോഗിക്കുമോ? സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ശത്രുവല്ല, ഒരിക്കലും നിങ്ങളുടെ സുഹൃത്താണ്. അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ, ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഒരിക്കലും പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടി കാത്തിരിക്കരുതെന്നാണ്. ആ പെർഫെക്റ്റ് സമയം ഇപ്പോഴാണ്. ആ പെർഫെക്റ്റ് സമയം ഈ നിമിഷമാണ്. ഈ നിമിഷത്തിൽ നിങ്ങളുടെ സമയത്തിന് നിയന്ത്രണം തിരിച്ചു പിടിച്ച് ലക്ഷ്യബോധത്തോടെ ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയേക്കും. അപ്പോൾ നമുക്ക് സമയം പാഴാക്കുന്നത് ഇന്നത്തോടുകൂടി നിർത്താം. ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാം, അതിനുവേണ്ടി നമുക്ക് സമയം ഉപയോഗിക്കാം. കാരണം നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ജീവിതം. സമയമില്ലാതാകുമ്പോൾ നമ്മളില്ലാതാവും.